ഹലോ ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഒരുപാട് നാളായല്ലേ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ജോലി തിരക്കൊക്കെ ആയി പോയേട്ടാ. നമുക്ക് ജോലി ചെയ്താലല്ലേ വരുമാന സ്രോതസ്സായിട്ട് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ വെബ് സീരീസ് ഏകദേശം എൻ്റെ ആവാറായിട്ടുണ്ട്. ഞാൻ 98 വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ പുറകു ഭാഗത്ത് അമ്പലം കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. തിരുവനന്തപുരത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം. ഇതിനടുത്തൊരു വെജിറ്റേറിയൻ കടയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ 99ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്ന കട ഹോട്ടൽ ആര്യ ഭവനാണ്. തിരുവനന്തപുരം കരിക്കകം അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുണ്ട്, വൈകുന്നേരം എന്തൊക്കെ കിട്ടും എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1-2 ഐറ്റംസ് ഒന്ന് കഴിച്ചും കൂടെ നോക്കണം. അപ്പോൾ അമ്പലത്തിൽ വന്നതാണ്. അമ്പലത്തിൽ തൊഴുതതിന് ശേഷം ആഹാരം കഴിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് തുടരുക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കരിക്ക അമ്പലത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് തിരക്കുള്ള അമ്പലവും കൂടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ആര്യഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ സ്പേസാണ്. ആ ഒരു ചെറിയ സ്പേസിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിമാനം പോകുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ മുകളിൽ കൂടെ ഒരുപാട് വിമാനങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെയാണ് എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ടാണ് ഇതാ പോകുന്നൊരു വിമാനം. ഇപ്പോൾ ലാൻഡിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് വരും. ഇതിങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മുടെ എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആര്യഭവനിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. രാവിലെയും വൈകുന്നേരമാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നത്. അതായത് അമ്പലം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഉച്ചയ്ക്ക് അമ്പലം അടയ്ക്കുന്നവരെയും അതുപോലെ തന്നെ വൈകുന്നേരം അമ്പലം തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നവരെയാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എങ്കിലും നമ്മുടെ സാധാരണ സിറ്റിയിലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അത്ര ഡിഷസ് ഒന്നുമില്ല. എങ്കിലും മസാല ദോശ, നെയ് റോസ്റ്റ്, പൂരി മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇഡലിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റും. വൈകുന്നേരം അതേപോലെ തന്നെ ഇതേ ഡിഷസ് വൈകുന്നേരം അവൈലബിൾ ആണ്. അപ്പം ഇവിടുത്തെ മസാല ദോശയും പിന്നെ പൂരി മസാലയാണ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. നോക്കാം, ഏതെങ്കിലും ഒരു ഡിഷ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഏകദേശം 5 വർഷമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആര്യഭവനോടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ അമ്പലത്തിൽ വരുന്ന സമയമല്ല, രാത്രി സമയമുണ്ട്, അധികം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാനിത് ഈ കട ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ആര്യഭവൻ എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സിറ്റിയിലുള്ള അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ റിലേഷൻ. ഇവിടുത്തെ നാട്ടുകാരനാണ് ഈ ഒരു കടയുടെ ഓണറെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, 2-3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മസാല ദോശ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകാം. പൊതുവെ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പ്രിഫർ ചെയ്യുന്നത് മസാല ദോശയാണ്. എനിക്ക് പേഴ്സണലായിട്ട് മസാല ദോശ വലിയ ഇഷ്ടമുള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ പൂരി, നെയ് റോസ്റ്റ് അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കരിക്ക അമ്പലത്തിനടുത്തുള്ള ആര്യാസിലെ മസാല ദോശ എങ്ങനെയാണ് ജസ്റ്റ് കഴിച്ചു. പ്രസൻറ്റേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ. വാഴയിലയിലാണ് അവർ ഒരു മസാല ദോശ സെർവ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയ ഒരു ക്വാണ്ടിറ്റിയിലാണ് മസാല ദോശ ചെയ്തിട്ടുള്ളത്. ഇതൊരു കോംബോ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. മസാല ദോശയും ഉഴുന്ന് വടയും കൂടെ 90 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അടി സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം. ദോശയിൽ മസാല തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മസാല അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പം മസാലയും കുറച്ച് ദോശയും കൂടെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്ത് മസാലയാണ്. കൊള്ളാം കേട്ടോ. മസാല ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ കടകളിലും മസാലയ്ക്ക് വ്യത്യാസം കാണും. അധികം എരിവില്ല, മസാല നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുരുമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചവയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഉഴുന്നോടെ വേണ്ടാത്തവർക്ക് മസാല ദോശ മാത്രമായിട്ട് കഴിക്കാം. മസാല ദോശ മാത്രമായിട്ട് അവർ ചാർജിന് 80 രൂപയാണ്. ഉഴുന്നോടെ എനിക്കൊന്ന് 10 രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉഴുന്നോടെയാണ്. നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ ഉഴുന്നോട. മസാല ദോശയിൽ ഒരു അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും. അപ്പം നെയ്യ് ഒരുപാട് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. നമ്മൾ നെയ് റോസ്റ്റ് കഴിക്കും പോലെയാണ് ഈ ഒരു മസാല ദോശ നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്കൊരു മസാല ദോശ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കറികളും കൂടെ ഉണ്ട് കേട്ടോ. ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മുളക് കറിയുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറികളൊക്കെ ലാവിഷാണ്. നല്ല വെള്ള ചമ്മന്തിയുണ്ട്. അതുപോലെ തന്നെ സാമ്പാർ മസാല ദോശയുടെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കറിയാണ്. മസാല ദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് സാമ്പാർ. നല്ല കട്ടി സാമ്പാറാണ്. സാമ്പാറും കൂടെ നമുക്ക് മസാലയോടെ ഒഴിച്ച്
പിന്നെ കുറച്ച് മസാല ദോശയും സാമ്പാറൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കഴിക്കുക. സാമ്പാർ അടിപൊളി കേട്ടോ, നല്ല കട്ടി സാമ്പാറാണ്. സാമ്പാർ മസാല ദോശ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് അല്ലേ? നിങ്ങൾ കഴിച്ചിട്ടില്ലേ? അങ്ങനെ കഴിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മസാല സാമ്പാർ വേണമെങ്കിൽ കുറച്ച് ഉഴുന്നുള്ളിയും കുറച്ച് ചമ്മന്തിയും കൂടെ ചേർത്ത് അതിൽ വെച്ചിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ കഴിക്കുക. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഏകദേശം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റൊക്കെ തീരാറായെന്നല്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 100 വെജ് വീഡിയോസ് എടുക്കണമെന്ന്. പക്ഷേ ഇനിയും കടകളുണ്ട് കേട്ടോ. പുതുതായിട്ട് 1-2 വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു ഇഡ്ഡലി കടയാണെന്ന് തോന്നുന്നു, നമ്മുടെ കിള്ളിപ്പാലത്താണ്. അത് ജസ്റ്റ് ഒന്ന് എടുക്കണം. അപ്പോൾ എനിക്കൊന്ന് 100 കഴിയുമെന്നാണ് തോന്നുന്നത്. വീണ്ടും നോക്കാം. പക്ഷേ നമ്മൾ വെജിറ്റേറിയൻ വീഡിയോ മാത്രം എടുക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ഏകദേശം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് എല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാം കുറച്ച് ദൂരോട്ട് ആണ്, അപ്പം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ജോലിക്കാര്യം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അവസാനം വന്നപ്പോഴത്തേക്ക് വീഡിയോ ചെറിയ ഡിലേ വന്നത്. എങ്കിലും എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതിന് തന്നെ വളരെ നന്ദിയാണ് കേട്ടോ. എനിക്കൊന്ന് ഒരുപാട് പേര് വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട്. ചില കടകളിലൊക്കെ പോകുമ്പോഴേ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മാളിലൊക്കെ പോകുമ്പോൾ പോത്തീസിലൊക്കെ പോയപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമ്മളെ ഒരാൾ എന്നെ വീഡിയോ കണ്ട് തിരിച്ചറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളെ കുടുംബത്തിന് അതേപോലെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. എന്തായാലും വെജ് സീരീസ് കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരോട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഉണ്ണികൃഷ്ണൻ എന്നാണ് ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. അപ്പോൾ അതിൽ ഇടയ്ക്ക് ഞാൻ വെജ് നോൺ വെജെല്ലാം ഇടുന്നുണ്ട്. എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം വെജിറ്റേറിയൻ സ്പോട്ടുകൾ തിരുവനന്തപുരത്ത് ഞാൻ പരിചയപ്പെടുത്തി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. ശ്രീ ആര്യഭവൻ കരിക്ക് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ചെറിയ സ്പേസിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം കരിക്ക് അമ്പലത്തിൽ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും